നമസ്കാരം. 2021 മുതൽ 2026 വരെയുള്ള 5 വർഷക്കാലം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ റോള് വഹിച്ച നേതാവിന്റെ പേരാണ് വി ഡി സതീശൻ. CPM-നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വരപ്പിച്ച വി ഡി സതീശനെ എന്ത് വില കൊടുത്തും തകർക്കണമെന്ന് തന്നെയാണ് CPM-ന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത സതീശനെ ആക്രമിക്കാനുള്ള പ്ലാനുമായി CPM-ഉം ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികളും രംഗത്ത് വരുന്നത്. എന്തായാലും സതീശൻ എന്താണെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയ കോൺഗ്രസിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും മിന്നും വിജയം നേടി ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ച കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും പ്രതിഷ്ഠിച്ച നേതാവാണ് വി ഡി സതീശൻ. ആ നേതാവ് പറയുന്നു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100 സീറ്റുമായി UDF അധികാരത്തിൽ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ മറ്റ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരാൾക്കും അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്താൻ പോലും ത്രാണിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും തങ്ങളുടെ കണ്ണിലെ കരടായ സതീശനെ ഒതുക്കാൻ CPM ശ്രമിക്കുമ്പോൾ കേരള ജനത ഏത് രൂപത്തിലാണ് അത് തിരിച്ചറിയുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? CPM ഈ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് പരാജയപ്പെടുക കോൺഗ്രസിന് മുന്നിൽ മാത്രമായിരിക്കുമോ അതോ സതീശന്റെ മുന്നിൽ കൂടിയാകുമോ? എന്താണ് കേരളം കാത്തുവെച്ച ആ വിധി? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടെയുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തും സതീശനെ ആക്രമിക്കുന്നു. സൈബർ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളെമാരെ കൊണ്ട്, അതായത് ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് സതീശനെ തെറിപറയിപ്പിക്കുന്നു, സതീശനെ കോമാളിയാക്കി ചിത്രീകരിക്കുന്നു, സതീശനെ സംഘപരിവാർ അനുകൂലിയാക്കി ചിത്രീകരിക്കുന്നു. സതീശൻ CPM-ന്റെ ഉറക്കം കെടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി 4 ചോദ്യം ചോദിക്കാൻ, കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ, കേരളത്തിന്റെ സ്ത്രീകളുടെ വിഷയങ്ങളിലും കുട്ടികളുടെ വിഷയങ്ങളിലും അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടൽ നടത്താൻ, ഗവർണർ കേരള സർക്കാരിനെ പിടിച്ചുലയ്ക്കുമ്പോൾ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന സംഘപരിവാറിനെതിരായ നിലപാട് സ്വീകരിച്ച വി ഡി സതീശൻ, ആ വി ഡി സതീശനെ ഇല്ലാ കഥകൾ മെനങ്ങി തകർക്കാനാണ് CPM ശ്രമിക്കുന്നത്. കോൺഗ്രസിനകത്ത് ഒരു MLA-ക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ MLA-ക്കെതിരെ ഒരു വനിത ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ, ആ ആരോപണം ഉന്നയിച്ച തൊട്ടടുത്ത നിമിഷം അന്വേഷിച്ച് തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ MLA-യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ എന്ന് പറഞ്ഞ വി ഡി സതീശൻ, ആ വി ഡി സതീശന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ MLA-യെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടമുക്കുന്നത്. അത്രത്തോളം സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന വി ഡി സതീശൻ, കേരളത്തിലെ പരിസ്ഥിതിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന വി ഡി സതീശൻ, ആ വി ഡി സതീശനെ എന്തിനാണ് CPM ഇത്രത്തോളം ഭയക്കുന്നത്? ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരും CPM-ഉം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വി ഡി സതീശനാണ്. നമുക്കറിയാം, വി ഡി സതീശൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ വെറുതെ അല്ല. സർക്കാരിനെതിരെ ഒരു ആരോപണമാകട്ടെ, അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ എന്ത് രീതിയിലുള്ളതല്ല, MLA-മാർക്കെതിരെ പറയുമ്പോൾ പോലും വ്യക്തമായി പഠിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് സതീശൻ പറയാറ്. നമുക്കറിയാം, വി ഡി സതീശനെ നന്നായി ഈ പറയുന്ന പോലെ CPM മുഖ്യമന്ത്രി അടക്കം ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനർജനി വിഷയം വീണ്ടും കുത്തിപ്പൊക്കി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വി ഡി സതീശൻ തെറ്റുകാരനാണ് എന്നൊരു ആരോപണം, അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന തലത്തിലുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് ഒരു തവണ സഭയിൽ വി ഡി സതീശൻ പറഞ്ഞ ഒരു പദം ശരിയായില്ല എന്ന് പറഞ്ഞ അടുത്ത ദിവസം മാപ്പ് പറഞ്ഞ വ്യക്തിയാണ് വി ഡി സതീശൻ. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സഭയിൽ പല പരാമർശങ്ങളും നടത്തുകയും അത് മാധ്യമങ്ങളും പൊതുസമൂഹവും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അത് പിൻവലിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അപ്പൊ അത്തരത്തിൽ പൊതുസമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇതിനൊക്കെ അപ്പുറം തന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ വി ഡി സതീശൻ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കടന്നാക്രമിക്കുന്ന തരത്തിൽ സംസാരിക്കുകയുണ്ട്. അതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ. ഈ പറഞ്ഞ മന്ത്രിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, താൻ പറഞ്ഞത് കൂടുതലാണെന്ന് തനിക്ക് തന്നെ തോന്നി, താൻ അത് പിൻവലിക്കാനും ക്ഷമ ചോദിക്കാനും തയ്യാറാണെന്ന്. അങ്ങനെ ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പറയൂ, പിണറായി വിജയൻ ആണെങ്കിൽ പറയൂ. ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കി വെച്ച് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ സഭയ്ക്കുള്ളിൽ പോലും സംസാരിക്കുന്നത്. തനിക്കൊരു തെറ്റ് പറ്റിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ തെറ്റ് അംഗീകരിക്കാനും മാപ്പ് പറയാനും ഒരു ഭയവുമില്ലാത്ത വ്യക്തിയാണ് വി ഡി സതീശൻ. അപ്പോൾ വി ഡി സതീശനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ CPM വി ഡി സതീശനെ ഭയക്കുന്നത്. ഈ പറയുന്ന പോലെ CPM-ൽ ആർക്കും ഇത്രത്തോളം ഈ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഒരു ആക്സസ് കിട്ടുന്ന നേതാക്കൾ വളരെ കുറവാണെന്ന് പറയാം. ആ സാഹചര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആക്സസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതുജനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഇഷ്ടം വി ഡി സതീശനാണെന്ന തിരിച്ചറിവ് തന്നെയാണ് CPM-നെ അലട്ടുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് ഇത്തരം ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ. ഇനിയിപ്പോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കേസിൽ പുനർജനി പോലുള്ള വിഷയങ്ങളിൽ സതീശനെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും കേരളത്തിലെ ഒരു ധനകാര്യ വിദഗ്ധനെന്ന് CPM കൊട്ടിഘോഷിച്ച മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ
ലോട്ടറി സംവാദത്തിന് ക്ഷണിച്ച അദ്ദേഹത്തെ ഒട്ടുകുത്തിച്ച ഒരു പാരമ്പര്യം വി ഡി സതീശനുണ്ട്. അന്നു മുതൽ തന്നെ CPM-ന്റെ കണ്ണിലെ കരടാണ് സതീശൻ. പറവൂർ എന്ന് പറയുന്ന CPM-നും ഇടതുമുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമുള്ള സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ പരാജയപ്പെട്ടു, പിന്നീട് അത് തുടർച്ചയായി ജയിച്ചു കയറുകയാണ്. ആ പറവൂരിലെ ജനങ്ങളെ പ്രളയം കവർന്നെടുത്തപ്പോൾ പറവൂരിലെ ജനങ്ങൾ വസ്ത്രത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈകൂപ്പി കേഴുന്നപ്പോൾ അവർക്ക് അനുകൂലമായി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത, അവരെ തന്നോട് ചേർത്ത് പിടിച്ച നേതാവിന്റെ പേരാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്രമിക്കാൻ CPM ശ്രമിച്ചാൽ CPM ആക്രമിക്കും തോറും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പുനർജനി പദ്ധതിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം നടത്താൻ, ഒരു പുകമറ സൃഷ്ടിക്കാനാണ് CPM ശ്രമിച്ചതെങ്കിൽ ആ CPM-നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ യുവാക്കൾക്ക് ഇന്ന് പഴയതുപോലെ രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യമില്ല. പക്ഷേ കേരളത്തിലെ ചിന്തിക്കുന്ന യുവാക്കൾക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് താല്പര്യമുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാലിക പ്രസക്തമായ രാഷ്ട്രീയത്തിനോട് താല്പര്യമുണ്ട്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ. ഇന്ന് വി ഡി സതീശനെ പോലെയുള്ള ഐക്കൺ ആണ് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് CPM സതീശനെ വളരെയേറെ ഭയക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. പക്ഷേ ഈ വേട്ടയാടൽ കൊണ്ടൊന്നും സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും CPM-ന് കഴിയില്ല. അദ്ദേഹം കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ആവേശത്തോടുകൂടി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും CPM-നെതിരെ പടപൊരുതുമെന്ന കാര്യത്തിലും തർക്കമില്ല. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, CPM-ന്റെ അഴിമതിക്കെതിരെ, CPM-ന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ, CPM-ന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, CPM-ന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ, CPM-ഉം സർക്കാരും നടത്തുന്ന പിൻവാതിൽ നിയമനത്തിനെതിരെ, CPM-ഉം സർക്കാരും നടത്തുന്ന കേരളത്തിലെ കൊള്ളക്കെതിരെ ശക്തമായ നിലപാട് 2021 മുതൽ ഈ നിമിഷം വരെ കേരളത്തിലെ പ്രതിപക്ഷം എടുത്തു പോരുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം CPM-നെയും സർക്കാരിനെയും വെള്ളം കുടിപ്പിക്കുന്ന കേരളം കാണുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത് കേരളം കാണുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന വി ഡി സതീശനെ കള്ളക്കഥ മെനഞ്ഞ് ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്, അദ്ദേഹത്തെ അപമാനിക്കുന്നത്. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങൾ കൊണ്ടോ അപമാനിച്ചതുകൊണ്ടോ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇല്ലാതാവുന്നില്ല. അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുകയാണെന്ന ബോധവും വിവരവും CPM-ന് ഉണ്ടായിട്ടില്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാത്തുവെക്കുന്നത് അതിദയനീയ പരാജയമായിരിക്കും. എന്തായാലും സതീശൻ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. രാഷ്ട്രീയമുള്ളവരും കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ മാത്രമല്ല, നിഷ്പക്ഷരായ ആളുകളടക്കം സതീശനെ അദ്ദേഹത്തെ ഒരു ബിംബമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ സതീശന്റെ ഗ്രാഫ് CPM അധിക്ഷേപിക്കുന്നതനുസരിച്ച് ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും സതീശനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് നിയമസഭയ്ക്കകത്തും പുറത്തും ആക്രമിക്കാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ അത് CPM-ന്റെ വാട്ടർലൂ ആയിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല.